ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. വലിയൊരു ഗ്യാപ്പ് വന്നില്ല, ഒരു 2 months ഗ്യാപ്പ് വന്നു. പ്രൊഫഷണലായിട്ടും പേഴ്സണലായിട്ടും വളരെയധികം തിരക്കിൽ അങ്ങ് പെട്ടുപോയി. ടൈം ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാതെ കൈവിട്ട് പോയ പോലെ. അതാണ് പിന്നെ ഒട്ടും ചെയ്യാൻ പറ്റാതിരുന്നത്. നിങ്ങളുടെ എല്ലാ അന്വേഷണങ്ങളും ഞാൻ കമൻസിലൂടെ വായിക്കുന്നുണ്ട്. ചിലർ കാണാൻ വന്നു, 2 മാസമായിട്ട് വീഡിയോ ഇല്ലല്ലോ, അപ്പോൾ പിന്നെ കുട്ടീനെ വെറുതെ ഒന്ന് ചെക്കപ്പ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് വന്നതാന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ വളരെയധികം നിങ്ങളുടെ സ്നേഹമെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. മാക്സിമം ഇതെനിക്ക് അധികം ടൈം ഇതിനു വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തി നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റിലൊരു ഇട്ട വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ചോദിച്ച് Q&A വെച്ച് തന്നെ തുടങ്ങാം. ഷോർട്ട് വീഡിയോ ഉണ്ടാവുള്ളൂ. പതുക്കെ പതുക്കെ നമുക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇതിൽ ചോദിക്കൂ. നമുക്കതൊക്കെ മാക്സിമം നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ. അതിന് ടൈം അധികം സംസാരിച്ച് കളയുന്നില്ല. പെട്ടെന്ന് അപർണയാണ്, മാം ബേബിക്ക് എത്ര വയസ്സ് വരെ ഫീഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്, പ്ലീസ് റിപ്ലൈ എന്നാണ് നമ്മുടെ അപർണ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പറയും അറ്റ്ലീസ്റ്റ് ടിൽ 2 years. 2 years ആയി കഴിയുമ്പോൾ പിന്നെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും, ഇവർക്ക് ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ വേണം. ഒരു ബ്രസ്റ്റ് അഡിക്ഷൻ വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് 2 years വരെ എന്തായാലും കൊടുക്കണം. അതിനുശേഷം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. കുട്ടി ഭക്ഷണവും കഴിക്കുന്നുണ്ട്, ബ്രസ്റ്റും കുടിക്കുന്നുണ്ട്, ബ്രസ്റ്റിൽ അത്യാവശ്യം പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടിയും കുടിച്ചോട്ടെ. അതിന് നമുക്ക് നോ എന്ന് പറയേണ്ട ആവശ്യമില്ല. എത്ര വേണോ അമ്മയ്ക്കും കുഞ്ഞിനും തോന്നുന്ന രീതിയിൽ കുടിക്കാം. ചില കുട്ടികൾ ഒട്ടും കഴിക്കില്ല, ഭയങ്കര ഫസ്സിയായിരിക്കും, എപ്പോഴും ബ്രസ്റ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് നിർത്തുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെയാണ് അഞ്ജനയാണ്, MCDK ഇൻ ബേബീസ്. MCDK എന്ന് പറഞ്ഞാൽ മൾട്ടിസിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനാണ്. ഒരു വീഡിയോ ചെയ്യാമോ? സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് എനിക്കൊന്നുമില്ല, മെജോറിറ്റിക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ ഇതിൽ തന്നെ പറയാം. അത് കിഡ്നിയിൽ കുമിളകൾ പോലെ കാണുന്ന ചില രോഗങ്ങളുണ്ട്. ചിലതാണെങ്കിൽ കിഡ്നിയുടെ ചില ഭാഗങ്ങൾ വളരാതിരിക്കുക, ജന്മന തന്നെ വളരാതിരിക്കുന്ന കണ്ടീഷൻ. അതാണ് ജന്മന ഉണ്ടാവുന്ന കിഡ്നിയിലെ മോസ്റ്റ് കോമൺ കണ്ടീഷൻ ഈ മൾട്ടിസിസ്റ്റിക് ഡിസ്പ്ലാസ്റ്റിക് കിഡ്നി എന്നാണ്. കുറേ ഇങ്ങനെ കുമിളകളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് വരും. അത് സാധാരണ പറയുന്നത് ചിലപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് ഒരു കിഡ്നിയിൽ മാത്രമായതുകൊണ്ട് ചിലപ്പോൾ നോട്ടീസ് ചെയ്യാതെ പോകുന്നതായിരിക്കാം. 2 കിഡ്നിക്കും അത് ബാധിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. നിർബന്ധമായും ഒരു കുട്ടികളുടെ പീഡിയാട്രീഷ്യനും ഒരു നെഫ്രോളജിസ്റ്റിനെയും നിങ്ങൾ ഒരുമിച്ച് ഒരു കമ്പൈൻഡായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. പിന്നെ രേഖയാണ്, ഡോക്ടർ സേക്രൽ പിറ്റ് കുട്ടികളുടെ പ്രശ്നമാണ്, എൻ്റെ മോൾക്കുണ്ട്, ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ്. സേക്രൽ പിറ്റ് എന്ന് പറഞ്ഞാൽ, സേക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിലെ ബോണാണ്, ഏറ്റവും താഴെ ലോവർ ബാക്കിലെ ബോണാണ് സേക്രം കോക്സിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ താഴത്തെ ബട്ടക്സിൻ്റെ അവിടെയുള്ള ഇതിലൊരു പിറ്റ്, ഒരു ചെറിയൊരു കുഴി ചില കുട്ടികൾക്ക് ജന്മനാ കാണാം. ജസ്റ്റ് ഒരു കുഴി മാത്രമുള്ളെങ്കിൽ സാധാരണഗതിയിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവാറില്ല. ചില കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പിറ്റ് അല്ലെങ്കിൽ ഒരു ഡിമ്പിൾ എന്ന് പറയില്ലേ, അത് ചിലപ്പോൾ ഉള്ളിലേക്ക് ചിലപ്പോൾ ഒരു കണക്ഷൻ കാണാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അവിടെ നീര് വരുന്ന പോലെയും അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് ഇൻഫെക്റ്റഡ് ആവുന്ന പോലെയൊക്കെ കാണാറുണ്ട്, സൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഭാഗത്തിൻ്റെ ഒരു MRI എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വെറും ജസ്റ്റ് ഒരു ഡിമ്പിൾ, ഒരു കുഴി പോലെയുള്ള കുട്ടി അതർവൈസ് ആക്റ്റീവ് ആണ്, നിങ്ങളുടെ പീഡിയാട്രിഷ്യൻ കുഞ്ഞിനെ ഒരു പ്രാവശ്യം കണ്ടിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വലുതായിട്ട് വറീഡ് ആവേണ്ട ആവശ്യം ഇല്ല. ദെൻ അഞ്ജു ആണ്, ഡോക്ടർ ഫീഡ് ചെയ്യുന്ന അമ്മ ആപ്പിൾ സിഡർ വിനെഗർ ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കിയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല, അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഗോപികയാണ്, എൻ്റെ മോളുടെ നെഞ്ചിൽ നിപ്പിൾ ഭാഗത്ത് ഒരു കല്ലിപ്പ് പോലെയുണ്ട്, ഇപ്പോൾ 1 year ആയി, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ആകെ ടെൻഷനാണ്. നമ്മൾ ബോയ്സിൽ നിപ്പിൾ വലുതാവുന്നതിനെ കുറിച്ച് നമ്മൾ ബ്രസ്റ്റ് വലുതാവുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും യങ്ങർ ബേബീസ്, ഇതിപ്പോൾ 1 year ബേബിയാണ്, നിപ്പിളിൻ്റെ അവിടെ തടിപ്പ് എന്ന് പറയുവാണെങ്കിൽ അത് ചിലപ്പോൾ 2 സൈഡിലും ഫാറ്റ് വലുതായിട്ടുണ്ടാവുന്നതാവാം. അല്ല, ഒരു സൈഡിൽ മാത്രമാണെങ്കിൽ നമ്മളത് എന്താണെന്നുള്ളത് ഡോക്ടറെ കാണിച്ച് പരിശോധിക്കേണ്ടി വരും. ചിലത് കുഴപ്പമുള്ളതുകൊണ്ട് ചിലത് കുഴപ്പമില്ലാത്ത, പേടിക്കേ വേണ്ടാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചൊന്ന് പരിശോധിപ്പിച്ച് കഴിഞ്ഞാൽ സമാധാനം ആവുമല്ലോ, കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ പിന്നെ അത് എപ്പോഴെപ്പോഴും തൊട്ടുകൊണ്ടിരിക്കരുത്. അങ്ങനെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴും അല്ലാത്ത സമയത്തിന് വലുതായോ എന്നൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും ഒഴിവാക്കുകയും കൂടിയും ചെയ്യാം. ദെൻ ആര്യാണ്, ഹലോ മാം, ഫസ്റ്റ് ഡെലിവറി CS ആയിരുന്നു, അപ്പം നെക്സ്റ്റ് ഡെലിവറി CS ആയിരിക്കുമോ? സെക്കൻഡ് പ്രസവത്തോടെ പ്രസവം നിർത്തണമെങ്കിൽ CS ആക്കുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഡെലിവറി CS ആയി എന്ന് വിചാരിച്ച് സെക്കൻഡ് ഡെലിവറി CS ആവണം എന്നില്ല. CS-ൻ്റെ റീസൺ എന്തായിരുന്നോ ഫസ്റ്റ് ഡെലിവറിക്ക് അതിനനുസരിച്ചിരിക്കും ഇത്. ചിലരുടെയൊക്കെ പെൽവിസ് ഇല്ലേ, നമ്മുടെ പ്രസവിക്കുന്ന ആ ഭാഗത്തെ ബോണ്, നമ്മുടെ താഴെയുള്ള ബോൺസൊക്കെ ചിലരുടെ ആ ഭാഗത്തെ പെൽവിസ് ഒന്നും ചിലപ്പോൾ ഇങ്ങനെ വികസിച്ച് വരില്ല, ടൈറ്റായിട്ടുള്ള നമ്മളതിനെ ഒരു ഡിസ്പ്രപ്പോർഷൻ എന്നാണ് പറയുക.
ചിലപ്പോൾ ഒരു കുട്ടിയുടെ തലയോ ആയിട്ട് ഡിസ്പ്രപ്പോർഷനായിട്ട് ആയിരിക്കും അവിടുത്തെ എല്ലുകൾ. അങ്ങനെയാകുമ്പോൾ കുട്ടി താഴേക്ക് വരില്ല. അപ്പം നമുക്ക് എല്ലാം ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും. ചിലപ്പോൾ അതായിരിക്കണം എന്നില്ല, പൊക്കിൾ കൊടി കഴുത്തിലൊക്കെ ചുറ്റിയിട്ട് പെട്ടെന്ന് കുട്ടിക്ക് ഹൃദയമിടിപ്പൊക്കെ കുറഞ്ഞിട്ടായിരിക്കും പെട്ടെന്ന് സിസേറിയൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് സിസേറിയൻ ആവണം എന്നില്ല. സോ ദാറ്റ് ഡിപ്പെൻസ്. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നറിയാം, നമ്മൾ വയറ് വീർത്ത് വരുമ്പോൾ ആ യൂട്രസിലൊരു സ്റ്റിച്ച് ഇടില്ലേ, അത് ആ സ്കാർ ചിലപ്പോൾ വല്ലാണ്ട് തിൻഡ് ഔട്ട് ആയി വരാം. അപ്പം നമ്മൾ ഈ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ റപ്ചർ, പൊട്ടൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അധികവും ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ ചിലർക്ക് സെക്കൻഡ് CS ആവുന്നത്. പക്ഷേ വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ എന്ന് വന്നിട്ട് വി ബാക്ക് എന്നുള്ളൊരു ഇതുണ്ട്. അതായത് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചു, നിങ്ങളുടെ ഹെൽത്തും ബേബിയുടെ ഹെൽത്തും ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ നമുക്ക് വജൈനൽ ഡെലിവറി വേണമെങ്കിൽ ട്രൈ ചെയ്യാം. എന്നിരുന്നാലും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കാർ ഒരു തിന്നിങ് വരുന്നു എന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ സിസേറിയനിലേക്ക് തന്നെ ലാസ്റ്റ് മിനിറ്റിൽ പോകേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പിന്നെ നിങ്ങൾ ഡെലിവറി നിർത്തണം അല്ലെങ്കിൽ പ്രസവം നിർത്തണം എന്നുള്ള പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും സിസേറിയൻ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഒരു അനസ്തീഷ്യയും ഒരു പ്രൊസീജിയറിനും വേണ്ടി മെനക്കെടുന്നതിനേക്കാളും നല്ലത് ഡെലിവറിയുടെ കൂടെ തന്നെ സിസേറിയൻ ചെയ്യുന്നത്, ട്യൂബെക്ടമി ചെയ്യുന്നതായിരിക്കും, ട്യൂബൽ ലൈക്കേഷൻ ചെയ്യുന്നതായിരിക്കും നന്നാവുക. പിന്നെ സുകന്യാണ്, ഡോക്ടർ ഗ്രീൻ ടീ കുടിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ ടീ ഒക്കെ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെയുള്ളത് അഞ്ജലിയാണ്, ഡോക്ടർ എനിക്ക് C-സെക്ഷൻ ആയിരുന്നു, ഇനി നെക്സ്റ്റ് ബേബി എത്ര ഇയർ ഗ്യാപ്പാണ് വേണ്ടത്? ബന്ധപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ബന്ധപ്പെടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മളൊരു 2 ഇയേഴ്സ് ഗ്യാപ്പെങ്കിലും മിനിമം വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അമ്മയുടെ മാത്രമല്ല, ഫസ്റ്റ് ഉണ്ടായ കുട്ടിക്ക് ഫീഡും ചെയ്യാം, അവരെ നന്നായി നോക്കും, കെയർ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്നതായിരിക്കും. ദെൻ ആരതിയാണ്, എൻ്റെ മോന് 2.5 വയസ്സാകുന്നു, മോൻ്റെ നെക്കിൽ സ്കിൻ ഡാർക്കായി വരുന്നു, ഗോൾഡിൻ്റെ മാല എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണോ? ഇനി നെക്ക് ഡാർക്ക് കളറാണ്, ഇനി അതുകൊണ്ടാണോ എന്നുള്ളതാണ്. ഫാമിലിയലായിട്ട് ഇപ്പോൾ പാരൻസിന് അങ്ങനെ ഡാർക്ക് കളർ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും അങ്ങനെ വരാം, അതൊരു പോസിബിലിറ്റിയാണ്. പിന്നെ ഈ അലർജിക് റിയാക്ഷൻസ്, ഇപ്പോൾ മാല, ചരട് അങ്ങനെയൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിന് അവിടെ എന്തെങ്കിലും ഇറിറ്റേഷൻസ്, ഇപ്പോൾ ഹെയർ കുറച്ചൊരു ഗ്രോത്ത് വന്ന കുട്ടികളാണെങ്കിൽ അവിടെ ഒരു മുടിച്ചൂട് അവിടെ ഒരു ചൂട് പോലെ ഒരു ഇറിറ്റേഷൻ പോലെ ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാന്തി കഴിഞ്ഞാലും ബ്ലാക്ക് കളറൊക്കെ വരാറുണ്ട്. അതിന് വലിയൊരു റെലവൻസ് കൊടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. ദെൻ രേഷ്മയാണ്, ഹൈ ഡോക്ടർ, എൻ്റെ മോൾക്ക് ഇപ്പോൾ 2.5 വയസ്സ്, ഹസ് ഇപ്പോൾ നെക്സ്റ്റ് ബേബി വേണമെന്ന് പറയുന്നു, ഞാൻ കോപ്പർട്ടി ഇട്ടിട്ടുണ്ട്, അതെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു, എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു, ഇപ്പോൾ പ്രഗ്നൻ്റ് ആകാൻ പറ്റിയ ടൈമാണ്. 2.5 വയസ്സായില്ലേ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാം. അപ്പോൾ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 10 മന്ത്സ്, മൂത്ത കുട്ടിക്ക് ഒരു 3 ഇയേഴ്സ് കഴിയുമല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു പ്രായമാണ്. കുഞ്ഞിനെ നമുക്ക് പ്ലേ സ്കൂളിൽ അംഗനവാടിയിലൊക്കെ വിടുകയും ചെയ്യാം, നമുക്ക് കുറച്ച് റെസ്റ്റും കിട്ടും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് നല്ലതാണ്. പിന്നെ ഒത്തിരി ഗ്യാപ്പ് കൂടാതിരിക്കുന്നതുമാണ് നല്ലത് കേട്ടോ. ദെൻ സിംലയാണ്, ഡോക്ടർ ഫീറ്റൽ എക്കോയെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ ടെസ്റ്റ് നിർബന്ധം ചെയ്യണം, പ്ലീസ് റിപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫീറ്റൽ എക്കോ നിർബന്ധമാണ്. ഫീറ്റൽ എക്കോ എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെയാണ് നമ്മൾ ഫീറ്റസ് എന്ന് പറയാം. അപ്പോൾ കുട്ടിയുടെ ഹൃദയമിടിപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതാണ് ഫീറ്റൽ എക്കോ. നമ്മൾ സാധാരണ സ്കാൻ ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ കാര്യങ്ങളൊന്നും ഫുൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സംശയം സ്കാൻ ചെയ്യുന്ന ഡോക്ടർക്ക് തോന്നിയാൽ അവർ നമ്മളോട് ഫീറ്റൽ എക്കോ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ എക്കോ കാർഡിയോഗ്രഫി ആ ചെയ്യുന്ന മെഷീൻ വെച്ച് നോക്കിയിട്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനാണ്. അപ്പോൾ ഡോക്ടർ നിങ്ങളോട് സജസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയും, അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ തടസ്സവുമില്ല, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം. ദെൻ അതുല്യാണ്, മാം എൻ്റെ C-സെക്ഷൻ കഴിഞ്ഞു, ഇപ്പോൾ 6 മന്ത്സ് ആകുന്നു, ബ്രസ്റ്റ് ഫീഡിംഗ് ആണോ, ഇപ്പോൾ ഗ്രീൻ ടീ യൂസ് ചെയ്യാമോ? യൂസ് ചെയ്താൽ മോൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്യാം കേട്ടോ. ദെൻ ശരണ്യാണ്, എൻ്റെ കുട്ടിക്ക് 1 ഇയർ 1 മന്ത് ആയി, ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണ്, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞില്ല, ഗ്യാപ്പ് വല്ലാണ്ട് കുറഞ്ഞു, 1 ഇയർ 1 മന്ത്. ഡെലിവറി ആകുമ്പോഴേക്കും കുഞ്ഞിന്, അതായത് ഫീഡിങ് നമ്മൾ നേരത്തെ നിർത്തേണ്ടി വരും ഫസ്റ്റ് ബേബീനെ. അപ്പോൾ ഫസ്റ്റ് ബേബിയുടെ ന്യൂട്രീഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ കുട്ടിക്ക് പോഷകാഹാരക്കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ നോക്കാൻ ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കുട്ടിയുടെ ഡയറ്റ് നന്നായി ശ്രദ്ധിക്കണം. അലോങ് വിത്ത് ദാറ്റ് അമ്മയുടെ ന്യൂട്രീഷനും ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, മുട്ടയുടെ വെള്ള, പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ അങ്ങനത്തെ സാധനങ്ങൾ കുടിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. പറ്റുന്ന ടൈമിൽ റെസ്റ്റ് എടുക്കുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗർഭസ്ഥ ശിശുവിന്
നന്നാവുക. മൂത്താളും ചെറുതായതുകൊണ്ട് രാത്രിയൊക്കെ ഉണർന്നിരിക്കും എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടല്ലേ, അമ്മയുടെ ഉറക്കവും മിസ്സാവും. അതൊക്കെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയൊക്കെ ബാധിക്കാം. എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. പറ്റുന്നത്ര സമയത്ത് റെസ്റ്റ് എടുക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, അതായത് പോസിറ്റിവിറ്റി തരുന്ന ആൾക്കാരോട് മാത്രം ഇടപഴകാൻ നോക്കുക. അതൊക്കെ മൂത്ത കുട്ടിക്കും നമ്മുടെ മനസ്സമാധാനത്തിനും ഒക്കെ നല്ലതായിരിക്കും. ദെൻ അഞ്ചു ആണ്, 37 വീക്സ് ഡെലിവറി, ബർത്ത് വെയ്റ്റ് 2.5 ആണ്, 12 ഡേ വെയിറ്റ്. എപ്പോഴാണ് തൊട്ടിൽ കിടത്തുന്നത്? തൊട്ടിൽ കിടത്തുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിടത്താം. പക്ഷേ എപ്പോഴും ഈ ജനിച്ച ഉടനെയുള്ള 1 month ഒക്കെ ഉള്ള കുട്ടികൾക്ക് എപ്പോഴും റിഫ്ലക്സ് ഉണ്ടാവും, എപ്പോഴും ഛർദ്ദിക്കാനുള്ളൊരു ഇതുണ്ടാവും. അതൊക്കെ ആകുമ്പോൾ തരിപ്പ് പോകാനും ശ്വാസകോശത്ത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊട്ടിൽ കിടത്താൻ നമ്മൾ ശ്രദ്ധിച്ചൊന്നും വരില്ല. അപ്പോൾ 1 month കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടിലൊക്കെ കിടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ നമുക്ക് നാളെ തന്നെ പോസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഇതിൻ്റെ അടിയിൽ ചോദിക്കൂ. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ.